നമസ്കാരം. വി ദ പീപ്പിൾ കൈരളി ന്യൂസ് പത്രാധിപ സംഘത്തിൻ്റെ വാർത്താ വിശകലന പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാട്ടിലെ രണ്ട് പ്രമുഖ രാഷ്ട്രീയ കക്ഷികളോട് പ്രചാരണത്തിൻ്റെ പേരിൽ നടപടിയെടുക്കാതിരിക്കാനുള്ള വിശദീകരണം ചോദിച്ച് അത് നൽകേണ്ട ദിവസമാണ്. ഇതിലിനി ഇവർ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് നമ്മൾ കാണാനിരിക്കുന്നതേയുള്ളൂ. പക്ഷേ ഗുരുതരമായ ഒരു പ്രശ്നം നമുക്ക് മുൻപിൽ ഉയർന്നു വന്നിരിക്കുകയാണ്. BJPക്കും കോൺഗ്രസിനുമാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. BJPക്ക് നോട്ടീസ് നൽകേണ്ടി വന്നതുകൊണ്ട് കോൺഗ്രസിന് കൂടി നോട്ടീസ് നൽകിയിരിക്കുന്ന ഒരു സ്ഥിതിയിലാണ് രാജ്യം ഉള്ളത്. BJP രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് കടന്നതോടുകൂടി വിദ്വേഷ പ്രചാരണത്തിൻ്റെ പരിധിയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് ലോകമാധ്യമങ്ങൾ മുഴുവൻ വിലയിരുത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത് നടക്കുന്നത്. വിദ്വേഷ പ്രചാരണം എന്ന വാക്കിന് ലോക ചരിത്രം പേടിയോടുകൂടി നോക്കിക്കാണുന്ന ഒരു പശ്ചാത്തലമുണ്ട്. വിദ്വേഷ പ്രചാരണം നടത്തി വംശമേധമൊക്കെ നടത്തിയ പ്രസ്ഥാനങ്ങളുടെ ചരിത്രം ലോകത്തിനറിയാം. ഹിറ്റ്ലറെയൊക്കെ ലോകത്തിനറിയാം. സത്യത്തിൽ വംശമേധത്തിൻ്റെ ആമുഖമായാണ് സംസ്കാരം വിദ്വേഷ പ്രചാരണത്തെ കാണുന്നത്. അങ്ങനെയൊന്ന് ഇന്ത്യയിലെ ഭരണകക്ഷി ഈ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടത്തിൽ ആരംഭിച്ചിരിക്കുന്നു. എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ വർഗീയത, എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ വംശവിദ്വേഷം ഇന്ത്യയിൽ ആരംഭിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു പ്രചാരണം ആരംഭിച്ചിരിക്കുന്നു എന്ന് ലോകം വിലയിരുത്തിയ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത്. രാജേന്ദ്ര, എന്തു പറയുന്നു ഈ ഒരു ഘട്ടത്തെക്കുറിച്ച്? ഇത് തുടക്കത്തിൽ മോദി ഒരു വർഗീയത ആളിക്കത്തിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രസംഗങ്ങളാണ് നടത്തിയിരുന്നത്. അതൊരു പുതിയ സംഭവമേ അല്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മോദി സമാനമായ ഈ വർഗീയ പ്രസംഗങ്ങൾ നടത്തിയിരുന്നു. അതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി കൈക്കൊണ്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അകത്ത് തന്നെ ഭിന്നതയുണ്ടായിരുന്നു. അശോക് ലവാസ എന്ന അന്നത്തെ കമ്മീഷണറിൽ ഒരാൾ ശക്തമായ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ മറ്റ് രണ്ടുപേർ ഭൂരിപക്ഷം ഉണ്ടായതുകൊണ്ട് തന്നെ ആ ആവശ്യം തള്ളിപ്പോവുകയും പിന്നീട് അശോക് ലവാസയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് രാജിവെച്ച് പോകേണ്ട ഒരു അവസ്ഥ വന്നു. വലിയ വേട്ടയാടലുകൾ, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കെതിരെ നടപടി, ബന്ധുക്കൾക്കെതിരെ നടപടി, അദ്ദേഹത്തിന് അവസാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജിവെച്ച് പോകേണ്ട അവസ്ഥ വന്നു. ഇപ്പോൾ അതിനേക്കാൾ ഒരു പടി കൂടി കടന്നിരിക്കുന്നു. തുടക്കത്തിലെല്ലാം തന്നെ ഒരു 400 സീറ്റ് വളരെ എളുപ്പത്തിൽ ജയിക്കാം, അങ്ങനെ ഒരു ആത്മവിശ്വാസമായിരുന്നു BJP നേതാക്കൾക്ക്. അത് പിന്നീട് കുറഞ്ഞു ഇപ്പോൾ കേവല ഭൂരിപക്ഷം പോലും കിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യത്തിലേക്ക് BJP മാറിയിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് യാതൊരു നിയന്ത്രണവുമില്ലാത്ത രീതിയിലുള്ള, ആരെയും ഭയമില്ല, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, എന്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, അങ്ങനെ ഒരു യാതൊരു മയവുമില്ലാത്ത രീതിയിലുള്ള വർഗീയ പ്രസംഗങ്ങൾ അഴിച്ചുവിട്ടിരിക്കും. ഈ നോട്ടീസ് കൈപ്പറ്റി കഴിഞ്ഞിട്ടും പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കക്ഷിയുടെ പ്രസിഡന്റും നദ്ദയും വിദ്വേഷ പ്രചാരണം തുടർന്നു. മാത്രമല്ല ആദിത്യനാഥ് കഴിഞ്ഞ ദിവസം ഇത് തന്നെയാണ്, ഇതേ കാര്യം തന്നെ പറഞ്ഞത്. മാത്രമല്ല, ഇത് വർഗീയത എന്നതിലും അപ്പുറത്ത് ഈ മഹാരാഷ്ട്രയിൽ ചെന്ന് നടത്തിയൊരു പ്രസംഗം എന്താണ്? അതായത് ദക്ഷിണേന്ത്യയെ ഇനി കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ, ഇന്ത്യ സഖ്യ അധികാരത്തിൽ വന്നാൽ ദക്ഷിണേന്ത്യയെ പ്രത്യേക രാജ്യമാക്കി മാറ്റാനുള്ള ശ്രമം നടക്കുമെന്നാണ് പറയുന്നത്. നമ്മൾ ഒന്ന് താരതമ്യം ചെയ്യാം. ഈ ദക്ഷിണേന്ത്യയും ഇന്ത്യയിലെ മറ്റ് മേഖലകളും താരതമ്യം ചെയ്ത് നമുക്ക് മനസ്സിലാകും. വളരെ വികസിതമായ പ്രദേശമാണ് ഈ ദക്ഷിണേന്ത്യ ഒന്ന്. രണ്ട് ശാന്തമായ പ്രദേശമാണ്. നമ്മൾ ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രത്യേകിച്ച് കർണാടകത്തിൽ പോലും BJP മാറിയതോടുകൂടി ഇവിടെയൊന്നും എന്തെങ്കിലും രീതിയിലുള്ളൊരു സാമുദായിക പ്രശ്നങ്ങളില്ല, കലാപങ്ങളില്ല. മാത്രമല്ല, എന്തെങ്കിലും ദേശവിരുദ്ധ പ്രസ്ഥാനങ്ങൾ തലപൊക്കിയിട്ടുള്ളത് വടക്കേ ഇന്ത്യയിലാണ്. താരതമ്യേന വടക്കേ ഇന്ത്യയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മഹാരാഷ്ട്രയിൽ ചെന്ന് അത് പറയുന്നത് അവിടുത്തെ ജനങ്ങൾക്കിടയിൽ ഒരു ദക്ഷിണേന്ത്യൻ വിരുദ്ധത ആളിക്കത്തിച്ച് ആ രീതിയിൽ 4 സീറ്റ് നേടുക. രാജസ്ഥാനിലും ഉത്തർപ്രദേശിലുമെല്ലാം ചെന്ന് മുസ്ലിം വിരുദ്ധമായ പ്രസംഗം നടത്തുന്നത് ഹിന്ദുക്കൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി അത് ആളിക്കത്തിക്കുക. അതിനകത്ത് ഏറ്റവും ഈ BJP നടത്തുന്ന പെരുങ്കള്ളങ്ങളുടെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ടൈംസ് നൗ ചാനലിലെ BJPയുടെ ഒരു വക്താവ് പറയുകയാണ്, ഇത് കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ വരുമാനമെല്ലാം കൂട്ടത്തോടുകൂടി അത് ശേഖരിച്ച് മുസ്ലിങ്ങൾക്ക് കൊടുക്കുകയാണ്. ഇത് ടൈംസ് നൗ എന്ന ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന ഒരു ഇംഗ്ലീഷ് ചാനലിൽ ചെന്ന് ഒരു പച്ചക്കള്ളം പറയുകയാണ്. ഇവിടെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കണം. ഇന്ത്യയിലെ ജനങ്ങൾ കേൾക്കുമ്പോൾ, കേരളത്തെക്കുറിച്ച് അറിയാത്ത പുറത്തുള്ള ആളുകൾ കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ വേണ്ടത്ര ചേരുവകളോട് കൂടിയാണ് ഇത് കൊടുക്കുന്നത്. 3500-ലധികം വരുന്ന ക്ഷേത്രത്തിൽ
ഭക്തർ ചെന്ന് കാണിക്കയിടുന്ന ആ പണം സ്ത്രീകളൊക്കെ ചെന്ന് വളയും മോതിരവും ആഭരണങ്ങളും മംഗല്യസൂത്രവും വരെ അങ്ങനെ കെട്ടുതാലിയൊക്കെ അഴിച്ച് ക്ഷേത്രത്തിൽ കൊടുക്കുന്നൊരു സാധാരണ രീതിയൊന്നും കേരളത്തിലില്ല എന്ന് നമുക്കറിയാം. കെട്ടുതാലി കഴുത്തി കിടക്കും, അങ്ങനെയാണ്. പക്ഷേ അതെല്ലാം ചേർന്നിട്ട് 590 കോടി രൂപ ഒരു വർഷം കിട്ടുന്നുണ്ട്. അതിൻ്റെ 98.2%, വളരെ കൃത്യമാണ് കണക്ക്, അത് മുഴുവൻ മുസ്ലിങ്ങൾക്ക് കൊടുക്കുകയാണ് എന്നാണ് ഈ ഇവർ പറഞ്ഞത്. എന്താണ് അവരുടെ പേര്? മറ്റേ സഞ്ജു വർമ്മ എന്ന് പറയുന്ന വക്താവ്, ഒരു സ്ത്രീയാണ് അവരത് പറഞ്ഞിരിക്കുന്നത്. എവിടം വരെ എത്തിയെന്ന് നോക്കും. ഞാൻ ഈ പറഞ്ഞ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു സംഭവം ബന്ധപ്പെട്ടാണല്ലോ ഇന്ന് ചർച്ച. ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ നോട്ടീസ് കൈപ്പറ്റിയതും അവർ കൈപ്പറ്റിയതും അതിനെ നടപടി എടുക്കാത്തതാണ്. ഇതിനകത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷനിൽ കൃത്യമായി പറയുന്നുണ്ട്, വോട്ട് ഉറപ്പിക്കുന്നതിനായി ജാതിയോ വർഗീയമോ ആയ വികാരങ്ങൾക്ക് അപേക്ഷിക്കാൻ പാടില്ല. മസ്ജിദുകൾ, പള്ളികൾ, ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ മറ്റ് ആരാധനാലയങ്ങൾ എന്നിവ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുള്ള വേദിയായി ഉപയോഗിക്കരുത് എന്ന് പറയുന്നു. അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ 3 വർഷം തടവ് അല്ലെങ്കിൽ 10,000 രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ നൽകണമെന്നുള്ളതാണ്. വളരെ കൃത്യമാണ്. പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്നുള്ളത് പ്രഥമ ദൃഷ്ട്യാ തന്നെ ബോധ്യപ്പെട്ടതാണ്. കൃത്യം വർഗീയതയാണ് പറഞ്ഞത്. ആ മുസ്ലിങ്ങൾ നുഴഞ്ഞുകയറ്റക്കാരാണ്, അവർ കൂടുതൽ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തെ പ്രധാനമന്ത്രിയല്ല, നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി മാത്രമാണ് ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ. അവിടെ നടപടിയെടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ മോദിക്ക് മുന്നിൽ മുട്ടിടിക്കുന്നു എന്നുള്ളതാണ്. മുട്ടിടിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് നമ്മൾ ഒരേ സമയം തന്നെ ഈ മോദിയുടെ ഈ ഇടപെടലും അതോടൊപ്പം തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ ഭരണഘടനാ സ്ഥാപനമാണല്ലോ ഇലക്ഷൻ കമ്മീഷൻ. ആ ഇലക്ഷൻ കമ്മീഷൻ വളരെ പേടിപ്പിക്കുന്ന തരത്തിലേക്ക് മോദി മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും അടുത്ത തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാകുമെന്ന് പോലും അറിയാൻ കഴിയില്ല. മോദി എന്ന് പറയുന്ന ആ ഭയം ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി അത് എത്രത്തോളം ശക്തമാണെന്നുള്ളതാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ നിലപാടുകളിൽ ബോധ്യപ്പെടുന്നത്. പിന്നെ ഒരു പ്രശ്നം നമ്മൾ ഈ കാലഘട്ടത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള, നമ്മൾ നേരത്തെ ഹിറ്റ്ലറെ കണ്ടിട്ടുണ്ട്, ഏകാധിപത്യം, മുസോളിനിയെ കണ്ടിട്ടുണ്ട്. നരേന്ദ്രമോദി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഏകാധിപതി, തിരഞ്ഞെടുക്കപ്പെട്ട ഏകാധിപതി എന്ന് പറയുന്നത് സമഗ്രാധിപത്യം, അതാണ് കറക്റ്റ്. സമഗ്രാധിപത്യം അതിൻ്റെ എല്ലാ വിധത്തിലുള്ള ഭീതിതമായ അവസ്ഥയും കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. മോദി എന്ന് പറയുന്ന ഈ പണ്ട് ഈ ജർമ്മനിയിലാണെന്ന് തോന്നുന്നു, ജർമ്മനിയിൽ ഏതോ കവി എന്തോ ആരോ കാഫ്ക മറ്റോ ആണെന്ന് തോന്നുന്നു പറയുന്നത്. ഇപ്പോൾ ജർമ്മനിയിൽ നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഭയത്തിൻ്റെ അന്തരീക്ഷമാണെന്ന് പറയുന്നത് പോലെ ഒരു സാഹചര്യമാണ് ഇന്ത്യയിൽ നിൽക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ഷൻ കമ്മീഷൻ്റെ ആ നിലപാട് കൂടി പരിശോധിക്കുമ്പോഴാണ് എവിടം വരെ ഈ രാജ്യത്തിൻ്റെ ഈ ആധിപത്യം, ഈ മോദിയാധിപത്യം എത്തിച്ചേർന്നു എന്നുള്ളത്. ഇലക്ഷൻ കമ്മീഷന് അങ്ങനെ പേടിയൊന്നുമില്ല. ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്കെതിരെ ഒരു പരാതി വന്നു, അവരുടെ ഒരു തെരഞ്ഞെടുപ്പ് പാട്ട്, അതിൽ ജുഡീഷ്യറിക്കെതിരെ പരാമർശമുണ്ട്, അന്വേഷണ ഏജൻസികൾക്കെതിരെ പരാമർശമുണ്ടെന്ന് കയ്യോടെ തന്നെ നടപടിയെടുത്തു. ആ പാട്ട് മാറ്റി ആ പാട്ടിലെ വരികൾ തിരുത്തണമെന്ന് ഏതായാലും എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞില്ല. എന്ന് മാത്രമല്ല, ഇപ്പോ ആ പാട്ടിന്റെ ആദ്യത്തെ വരികൾ ജയിൽ കെ ജവാബ് വോട്ട്സേ എന്നത്, മറ്റേ ആ വരികൾ ആണ് ഇപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ പ്രചാരണ വാക്യമായിട്ട് ആം ആദ്മിയുടെ മാറിയിരിക്കുന്നത്. അവർക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. ഇവരെന്താണ് പറയുന്നത്? ഇനിയിപ്പോൾ ചന്ദമാമ ദൂർക്കെ എന്ന് പറയുന്ന ഒരു പാട്ടുണ്ടല്ലോ, കുട്ടികളെ ഉറക്കുന്നത്, കുട്ടികളെ കളിപ്പിക്കുന്നത്, അത് പാടി തെരഞ്ഞെടുപ്പ് നടത്തേണ്ട സ്ഥിതി വരും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ പോയിട്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്പോൾ പേടിയൊന്നുമില്ല അവർക്ക്, എല്ലാവരോടും പേടിയൊന്നുമില്ല, മോദിയോട് പേടിയുള്ളൂ. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായിരുന്ന കാലത്ത് 1987 ശിവസേന മേധാവി ബൽ താക്കറെക്കെതിരെ നടപടിയെടുത്തിരുന്നു. 6 വർഷം തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇടപെടാൻ പാടില്ല എന്നായിരുന്നു ശിക്ഷ. അത് ജനപ്രാതിനിധ്യ നിയമവും ഇന്ത്യൻ ശിക്ഷാ നിയമവും അനുസരിച്ചുള്ള ശിക്ഷയാണ്. 153A വകുപ്പാണെന്ന് തോന്നുന്നു. അതനുസരിച്ചുള്ള ശിക്ഷയാണ് ബൽ താക്കറെക്ക് കൊടുത്തത്. ഇതേ കുറ്റം തന്നെയാണ് മോദി ചെയ്തിരിക്കുന്നത്. അപ്പോൾ മോദിക്ക് കൊടുക്കേണ്ട ശിക്ഷയും അതൊക്കെ തന്നെയാണ്. പക്ഷേ മോദി നടത്തിയ വർഗീയ പരാമർശത്തിന് കമ്മീഷൻ വിശദീകരണം ചോദിച്ചത് പാർട്ടി അധ്യക്ഷനോടാണ്. അത് ഒരു പക്ഷേ ഈ ഒരു ചട്ടം ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. അതിന് ശേഷവും മോദി സമാനമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ തുടർന്നു വന്നിരുന്നു. പഴയ ചില ഭാര്യമാർ ഭർത്താക്കന്മാരുടെ പേര് പറയൂലല്ലോ, ഉണ്ണിയുടെ അച്ഛൻ എന്ന് പറയുന്നത് പോലെ വളരെ പാർട്ടി പ്രസിഡന്റ് വഴിയാണ് വിശദീകരണം ചോദിക്കുന്നത്. 1900 ഇന്ത്യയിലെ പ്രമുഖ കോളമിസ്റ്റായിട്ടുള്ള ആശിഷ് നന്ദി മോദിയെക്കുറിച്ചൊരു വിശേഷണം നടത്തിയിരുന്നു. ക്ലാസിക് ഫാസിസ്റ്റ്, വളരെ പ്രചാരം നേടിയൊരു പ്രയോഗമായിരുന്നത്. 1992 മോദി വെറും RSS പ്രചാരകൻ മാത്രമായിരുന്ന കാലത്ത് ആശിഷ് നന്ദി നടത്തിയൊരു ഇൻ്റർവ്യൂ,
അതിൽ മോദി പറഞ്ഞിരുന്നത് ഒരു മുസ്ലിം നാമധാരി, ആ മുസ്ലിം നാമധാരിക്കുള്ളിൽ ഉറങ്ങുന്ന ഒരു ഭീകരൻ, ഇന്ത്യ ആഗോളതലത്തിൽ നേരിടുന്ന വെല്ലുവിളികൾ, ഭീകര വെല്ലുവിളികൾ, ഇത് രണ്ടുമാണ് വളരെ ശാന്തനായിട്ട് മോദി വിശേഷിപ്പിക്കുന്നത്. വളരെ നീണ്ട ഇൻ്റർവ്യൂവിന് ശേഷമാണ് ആശിഷ് നന്ദി അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനോട് അച്യുത് യജ്ഞിക്കയോട് ഇത് പറഞ്ഞത്. ഞാനൊരു ക്ലാസിക് ഫാസിസ്റ്റുമായിട്ട് ഇന്ന് മുഖാമുഖം കണ്ടുവരുന്നു. അതിന് സമാനമായിട്ട് അന്ന് നടത്തിയ 92-ൽ എത്ര വർഷങ്ങൾ കഴിഞ്ഞു നോക്കണം, 31 വർഷം മുമ്പ് മോദി നടത്തിയ അതേ പരാമർശങ്ങൾ ബെൻസ്വാരയിൽ കഴിഞ്ഞ ദിവസം പച്ചയായ വർഗീയ പ്രചരണം മോദി നടത്തുന്നു എന്നുള്ളതാണ്. അതാണ് മോദി. ഇതിനകത്ത് ഇപ്പോൾ ഈ ഒരു കാര്യം തെരഞ്ഞെടുപ്പുമായിട്ട് കണക്ട് ചെയ്യാതിരിക്കാനും പറ്റില്ല. മോദി എന്തുകൊണ്ട് ഈ പച്ചയ വർഗീയ പ്രചരണത്തിലേക്ക് പോകുന്നതും കൂടി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഇന്നലെ തന്നെ ഇത് സംഘടിതമായി തന്നെ അവർ ഒരു പ്ലാനാണ്, ഒരു തീരുമാനം. എല്ലാവരും പറയും അവരുടെ വക്താക്കൾ ടെലിവിഷൻ ചർച്ചയിൽ ചെന്ന് ഇതേപോലുള്ള കേരളത്തെ കുറിച്ചുള്ള ആദ്യഘട്ടം പോളിംഗിലെ വോട്ടെടുപ്പിലെ കുറവ് കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിലേക്ക് അവർ നിലപാട് മാറ്റിയത്. ആ പച്ചക്കള്ളം ഒരു ലക്ഷ്യം സാധിക്കുന്ന പച്ചക്കള്ളമാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അത് അമിത്ഷാ ആയാലും ആദിത്യനാഥ് ആയാലും നദ്ദ ആയാലും ഈ അനുരാഗ് ഠാക്കൂർ ആണെങ്കിലും ഒക്കെ അത്തരത്തിൽ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, അതിൻ്റെ കാരണം വളരെ വ്യക്തമാണ്. ഇപ്പോൾ 2 ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ അവർക്ക് BJPക്ക് പോലും അവരുടെ താഴെത്തട്ടിൽ നിന്നും ലഭിക്കുന്ന വിവരം എന്തെന്നാൽ അവർക്ക് സീറ്റുകൾ കുറയുമെന്നാണ്. അല്ല, എന്നാൽ പോലും രാജേന്ദ്ര, ഇത് തെരഞ്ഞെടുപ്പാണ്. അതായത് ഒരു ചേരി പ്രതിപക്ഷ മുന്നണി ജയിച്ചു കഴിഞ്ഞാൽ ഹിന്ദുക്കളുടെ സ്വത്ത് മുഴുവൻ മുസ്ലിങ്ങൾക്ക് കൊടുക്കും. എന്ന് മാത്രമല്ല, പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ അത് ഹിന്ദു രാജാക്കന്മാരെ അവഹേളിച്ചു എന്ന് പറയുക. രാഹുലിനെ ഇപ്പോൾ വിശേഷിപ്പിക്കുന്ന യുവരാജാവെന്നാണ്. ആ യുവരാജാവ്, എല്ലാ പ്രസംഗത്തിലും ഷെഹ്സാദ് എന്നാണ് പറയുന്നത്. അതുപോലും ആ പദം പോലും തെരഞ്ഞെടുക്കപ്പെട്ടതാണ്. രാഹുൽ ആരെയാണ് രക്ഷിക്കുന്നത്? അത് നവാബുമാരെ, നിസാമുമാരെ, സുൽത്താൻമാരെ, ബാദ്ഷാമാരെ. ആ വാക്കുകളൊക്കെ നോക്കൂ. എവിടേക്കാണ്, ആരെയാണ് ലക്ഷ്യം വെക്കുന്നത്? വളരെ വ്യക്തമായ, നേരത്തെ പറഞ്ഞ വാക്കിലേക്ക് ഞാൻ മടങ്ങിപ്പോവുകയാണ്, വിദ്വേഷ പ്രചാരണം തന്നെയാണിത്. ഇത് വർഗീയതയല്ല, ഇത് മതഭ്രാന്തുമല്ല, ഇത് വിദ്വേഷ പ്രചാരണമാണ്. വംശം കൊണ്ടോ വർണ്ണം കൊണ്ടോ മതം കൊണ്ടോ ഒരു കൂട്ടരെ അപഹസിക്കുന്നുണ്ടെങ്കിൽ, അവരെ ശത്രുക്കളായിട്ട് ചിത്രീകരിക്കുന്നുണ്ടെങ്കിൽ, അവർ ആക്രമിക്കപ്പെടേണ്ടവരാണ്, ആട്ടിയോടിക്കപ്പെടേണ്ടവരാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതാണ് വിദ്വേഷ പ്രചാരണം. ഇത് തന്നെയാണ് നേരത്തെ ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഹിറ്റ്ലർ പണ്ട് ചെയ്തത്. മരണപത്രത്തിൽ പോലും ജർമ്മനിയെ നശിപ്പിച്ചത് ജൂതരാണ് എന്ന് എഴുതി വെച്ചിട്ട് തലയ്ക്ക് വെടിവെച്ച് മരിച്ച ഹിറ്റ്ലർ എന്ന് പറയുന്ന നേതാവിൻ്റെ പ്രേതം ആവേശിച്ച കൂട്ടരായിട്ട് ഇന്ത്യയിലെ ഭരണകക്ഷിയും അതിൻ്റെ നേതാക്കന്മാരും മാറിയിരിക്കുന്നു എന്ന ഒരു വലിയ ദുരന്തമാണ്. ഇത് പറയുന്നത് ഒട്ടും സന്തോഷത്തോടു കൂടിയല്ല. ഒരു ദുരന്തം, ഒരു ദേശീയ ദുരന്തം നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ ജയിക്കാനായിട്ട് ദേശീയതയും വർഗീയതയും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരാണ് ഭരണകർത്താക്കൾ. നമുക്കറിയാം, അത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ബംഗ്ലാദേശ് യുദ്ധത്തിലൂടെ ദേശീയത ഇളക്കി വിട്ടിട്ട് ഒരു തെരഞ്ഞെടുപ്പ് ജയിച്ചിരുന്നു. ദുർഗാ പരിവേഷത്തോടെയാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോയത്. ദുർഗയുടെ പരിവേഷമായിരുന്നു. ആ 71-ലെ ഇലക്ഷൻ അങ്ങനെ ഇന്ദിരാഗാന്ധി ഭരണം നിലനിർത്താൻ ഉപയോഗിച്ചു. അതിനുശേഷമാണ് അടിയന്തരാവസ്ഥ വരുന്നതും ഇന്ദിരാഗാന്ധി അധികാരത്തിൽ തൂത്തെറിയപ്പെടുന്നതും. 2019 ദേശീയത തന്നെയായിരുന്നു മോദിയുടെ പ്രചാരണ വിഷയം. 14 അധികാരത്തിലെത്തി, 5 വർഷം കഴിഞ്ഞു, കാര്യമായിട്ടുള്ള നേട്ടങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യാനില്ല. പിന്നാലെ വരുന്നു പുൽവാമയും കൂട്ടക്കൊലയും ദേശരക്ഷയും ഒക്കെ വരുന്നു. ആ തെരഞ്ഞെടുപ്പിലൂടെ, ആ പുൽവാമ കൂട്ടക്കൊലയുടെ BJP വീണ്ടും അധികാരത്തിലെത്തി. 5 വർഷങ്ങൾ കൂടി കഴിഞ്ഞു. 24-ലെത്തുമ്പോഴത്തേക്കും BJPയുടെ വികസന സ്ലേറ്റ് 0 ആണ്. ജനങ്ങൾക്ക് മുന്നിൽ എന്ത് അവതരിപ്പിക്കും? അവിടെയാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പിലെ കുറഞ്ഞ വോട്ടെടുപ്പ് പോളിംഗ് പെർസെൻറ്റേജ് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും വർഗീയതയും മുസ്ലിം വിരുദ്ധതയും ഒക്കെ കടന്നു വരുന്നത്. അയോധ്യ പോലും യേശുന്നില്ല എന്ന രീതിയിലേക്ക് അവർ എത്തിക്കഴിഞ്ഞു. ഇപ്പൊ അയോധ്യയെക്കുറിച്ചൊന്നും വലിയ പരാമർശങ്ങളൊന്നും കേൾക്കാനില്ല. മോദി ഗ്യാരണ്ടി വിട്ടു, അല്ല വികസനം വിട്ടു. വർഗീയതയുടെ ഒരു പ്രതീകമായിട്ട് അവർ കണ്ട വർഗീയ ഭ്രാന്ത് ഇളക്കും എന്ന് അവർ വിചാരിച്ചിരുന്ന അയോധ്യയും വിട്ടു, രാമനെയും വിട്ടു. രാമരാജാവ് മടങ്ങി വരുന്നു എന്നൊക്കെ ആയിരുന്നല്ലോ. രാമരാജാവിനെയൊക്കെ മാറ്റി വെച്ചിട്ട് ഇപ്പോൾ സ്വയം തന്നെ വർഗീയതയുടെ രാജാക്കന്മാരായിട്ട് മാറിയിട്ടാണ് ഇവരിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ 2019 അന്ന് കപട ദേശീയത പറഞ്ഞു. ഈ പുൽവാമ വിഷയമൊക്കെയാണ് അവസാന ഘട്ടത്തിൽ രക്ഷപ്പെടാൻ വേറെ മാർഗ്ഗമില്ല. അപ്പോൾ പുൽവാമയിൽ കുറച്ച് സൈനികരെ ബലിയാടാക്കിക്കൊണ്ട് വീണ്ടും അധികാരത്തിൽ വന്നു. ഇവിടെ ഇപ്പോൾ NBC പറഞ്ഞ പോലെ തന്നെ ഇനിയും ഒന്നും പറയാനില്ല.
ഈ രാമനെയും കൈവിട്ടു, കൃഷ്ണനെയും കൈവിട്ടു, എല്ലാം കൈവിട്ടു. ഇനി കൃത്യമായി അവർ കൊണ്ടുവന്ന എന്താണ് മുസ്ലിം വിരുദ്ധത. ഒപ്പം തന്നെ വീണ്ടും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇന്നലെ യോഗി പറഞ്ഞത് മറ്റേ ബീഫ് വിഷം തന്നെയാണല്ലോ, പശു ഇറച്ചി കഴിക്കുന്നവരായി പശുവിന്റെ കാര്യം. ഈ ആദിത്യനാഥ് പറഞ്ഞത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ പശുവിനെ കൊല്ലും. പക്ഷേ ഈ ആദിത്യനാഥ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ ഈ ബീഫ് കയറ്റുമതി ചെയ്ത് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുന്ന കമ്പനികളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ഇലക്ട്രൽ ബോണ്ടായി കോള വാങ്ങിയ പാർട്ടിയാണ് BJP. ശിവസേനയുടെ സഞ്ജയ് റാവത്ത് ഉണ്ടല്ലോ, അങ്ങേര് പറഞ്ഞിരിക്കുന്നത് 500 കോടി രൂപ ഈ ഇലക്ട്രൽ ബോണ്ടിലൂടെ ഈ ബീഫ് കച്ചവടക്കാരിൽ നിന്ന് സമാഹരിച്ചിട്ടുണ്ടെന്നാണ്. എന്ന് പറഞ്ഞാൽ ബീഫിനെ പശു ഇതിനെ ഈ ബീഫ് ഇവിടെ ബീഫ് ഉൽപ്പാദിപ്പിക്കാം, ബീഫ് കയറ്റുമതി ചെയ്യാം, അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. അതിൻ്റെ വിഹിതം കൃത്യമായിട്ട് BJPക്ക് കൊടുത്താൽ മതി. അതേസമയം ബീഫിനെ ഒരു വർഗീയ പ്രചാരണത്തിനുള്ള ഒരു ആയുധമാക്കി തിരഞ്ഞെടുപ്പിൽ മാറ്റുന്നു. അതാണ് ഈ BJP ചെയ്യുന്നത്. ഇത് കൃത്യമല്ലേ? കാരണം ഈ ആള് എന്താണ് ഇന്ത്യൻ ജനതയെന്ന് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ അത്ഭുതപ്പെട്ടു വരുന്നുണ്ട്. ഇത് അറിയാം, ഇത് പറയുന്നതെല്ലാം വളരെ പൊട്ടത്തരമാണെന്ന്, ഞങ്ങളെ പറ്റിക്കാനാണെന്നും ഒക്കെ അറിയാം. അതൊരു പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ അതൊന്നുകൂടി ഈ വല്ലാത്തതായി തെക്കൻ ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോൾ ഈ പരിപാടികളൊന്നും ഇവിടെ വശത്തില്ല. തമിഴ്നാട്ടിൽ വശത്തില്ല, കർണാടകത്തിൽ, കേരളത്തിലൊന്നും വശത്തില്ല. അവിടങ്ങളിലേക്ക് ഉത്തരേന്ത്യയിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് കൃത്യമായി യേശുന്നുണ്ട്. അതിനുള്ള ഈ UP-യിലായാലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ആയാലും തന്നെ ഒരു അന്തരീക്ഷം അവർ തന്നെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി അവർക്കറിയാം ഇനിയിപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഇനി വരുമ്പോൾ UP-യിൽ ഇനി മേജർ സീറ്റുകളിൽ UP തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ കൃത്യമായി ഒരു വോട്ടിന് കിട്ടാൻ പറ്റുന്ന പാകത്തിലുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഈ വർഗീയത അല്ല, ഒരു സാധനവുമില്ല. പറയേണ്ടതില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനൊരു കാരണം കൂടിയുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കോൺഗ്രസും BJP നേരിട്ട് ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങൾ എടുക്കാം. ഇപ്പോൾ മധ്യപ്രദേശ് ഇന്നത്തെ പ്രധാന വാർത്തയുണ്ട്, ഇൻഡോറിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇതേ BJP ചേരാൻ പോകുന്നു. സൂറത്തിലത് തള്ളിപ്പിച്ചിട്ടാണ്. അതായത് എന്തായിക്കോട്ടെ, ഇപ്പോൾ കോൺഗ്രസും BJPയും കൂടി നേരിട്ട് ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങൾ തന്നെ വളരെ കുറച്ചേ ഉള്ളൂ. അതിലൊരു സംസ്ഥാനമാണ് ഗുജറാത്ത്. അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നേരെ പത്രിക ബോധപൂർവം തന്നെ അധികം പത്രിക തള്ളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. മധ്യപ്രദേശ് ഇതുപോലെ കോൺഗ്രസും BJPയും നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സംസ്ഥാനം. മറ്റൊന്ന് ദില്ലി. ഈ കെജ്രിവാളിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ആ വിഷയം ഏറ്റവും കൂടുതൽ ഈ ആളി കത്താൻ പോകുന്ന ഒരു സംസ്ഥാനമാണ് ദില്ലി. 7 സീറ്റുകളുണ്ട്. കഴിഞ്ഞ തവണ 7 BJP നേടിയിരുന്നത്. അവിടെ ഇത്തവണ BJPക്ക് കനത്ത തിരിച്ചടി ഉണ്ടാകാൻ പോവുകയാണ്. അവിടെ ഇന്നലെ നടന്നത് എന്താണ്, അവിടുത്തെ PCC അധ്യക്ഷൻ രാജിവെക്കണം, ഒരു സീറ്റ് കിട്ടിയില്ല എന്നും പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു PCC അധ്യക്ഷൻ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുന്നിൽ വെച്ച് BJP ചേരാൻ പോവുക പറഞ്ഞു. എന്താണ് ആ പാർട്ടിയുടെ ഒരു ഗതികെട്ട അവസ്ഥ നോക്കുക. മഹാരാഷ്ട്രയിൽ വർക്കിംഗ് പ്രസിഡന്റ് മുസ്ലിങ്ങൾക്ക് സീറ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഈ പ്രചാരണ സമിതി അധ്യക്ഷ പദം രാജിവെക്കേണ്ട സ്ഥിതി ഉണ്ടായി. അതേ സമയത്ത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് ഒഴികെയുള്ള ഇന്ത്യ സഖ്യത്തിലെ എല്ലാ പാർട്ടികളും ഇതിനെ ശക്തമായി പ്രതിരോധിക്കുന്നുണ്ട്. കോൺഗ്രസിനെ മാറ്റി നിർത്തുക. ഇന്ത്യ സഖ്യത്തിൽ ഇപ്പോൾ ഇതിങ്ങനൊരു വിഷയം ഇവിടെ RJDക്കില്ല, തൃണമൂൽ കോൺഗ്രസിനില്ല, ഇടതുപക്ഷ പാർട്ടികൾക്കില്ല. ഇന്ത്യ സഖ്യത്തിൽ അത് കറക്റ്റാണ്. ഇന്ത്യ സഖ്യം ബന്ധപ്പെട്ട് ഏതോ നേതാവ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇന്ത്യ സഖ്യത്തിൽ ഏറ്റവും വലിയ ബാധ്യതയെ അറിയിക്കുന്നത് കോൺഗ്രസ് പാർട്ടി തന്നെയാണ്. ബാക്കി രാജേന്ദ്രൻ പറഞ്ഞത് ബാക്കി എല്ലാ പാർട്ടികൾക്കും കൃത്യമായ നിലപാടുണ്ട്. അവരുടെ പ്രദേശത്തെ ആ സംസ്ഥാനത്ത് എടുക്കേണ്ട നിലപാടുകൾ അവർക്ക് കുറച്ച് നിലപാടുണ്ട്. പക്ഷേ ഇവിടെ കോൺഗ്രസ് ഓരോ സംസ്ഥാനത്തും ഓരോ നിലപാട്. കേരളത്തിൽ തന്നെ അറിയാമല്ലോ, കേരളത്തിൽ വയനാട്ടിലെടുത്ത നിലപാട് അതൊക്കെ നമുക്കറിയാം. അങ്ങോട്ട് ഇനി തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ എടുക്കാൻ പോകുന്ന നിലപാട് ഇതെല്ലാം കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് ആ നിലപാടില്ലായ്മ അത് വേറൊരർത്ഥത്തിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ രീതിയിൽ നമ്മളൊരു വീതി ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത്. പക്ഷേ ചരിത്രത്തിന് പലപ്പോഴും അതിൻ്റേതായിട്ടുള്ള വിധിയുണ്ട്. ഈ ഇപ്പോൾ നമ്മളെല്ലാവരും പറയുന്ന അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഉള്ള തെരഞ്ഞെടുപ്പ് അപ്പോഴും ഒരു പ്രതിപക്ഷം ഒന്നും ആ തരത്തിൽ ഉണ്ടായിരുന്നില്ല. ജയിലിൽ നിന്നുണ്ടായി വന്നതാണ് ജനതാ പാർട്ടി എന്ന് പറയുന്നത്. അതൊരു യാദൃച്ഛികതയായിരുന്നു. ആരും ഉണ്ടാവുമെന്ന് വിചാരിച്ചല്ല. ഒരിടത്തും സംഘടനയില്ല, ഒരിടത്തും ഒരു രീതിയില്ല. അതിലുണ്ടായിരുന്ന ഒരു ജനസംഘം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമാണ് BJPയുടെ പഴയ രൂപം, ചില ശക്തി കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷേ അതെല്ലാം കഴിഞ്ഞ് ആ പ്രക്രിയയാണ് വളർന്നു വന്ന് ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും ഒക്കെ തോൽക്കുന്ന തരത്തിലുള്ള ഒരു വലിയ ചരിത്ര വിധിയിലേക്ക് എത്തിയത്. അതുകൊണ്ട് ചരിത്രത്തിൻ്റെ വഴികൾ വിചിത്രമാണ്. നിലപാടില്ലാത്ത കോൺഗ്രസ് നിലപാടെടുക്കേണ്ട സ്ഥിതിയിലേക്ക് ചരിത്രം കൊണ്ടുവന്ന് എത്തിക്കും. നമ്മൾ രാഷ്ട്രീയം വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ തന്നെ തിരിച്ചടിക്കും എന്ന് പറയുന്നില്ലേ, അത് കോൺഗ്രസിന് നേരിടേണ്ടി വരും. അപ്പോൾ കാര്യങ്ങളൊക്കെ ശരിയാവും എന്നാണ് ചരിത്രബോധത്തോടു കൂടി നമുക്ക് വിശ്വസിക്കാനാകും. ഈ ഭരണഘടനയുടെ ആമുഖത്തിൽ വി ദ പീപ്പിൾ എന്ന് പറയുന്നുണ്ട്.
അതായത് ഭരണഘടനയും ഭരണകൂടവും തമ്മിൽ ഏറ്റുമുട്ടുന്ന കാലഘട്ടം അത് ഇന്ത്യയിൽ പ്രകടമായിരുന്നു 1977 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം. അന്ന് ജയിച്ചത് ഭരണകൂടമല്ല, ഭരണഘടന പറയുന്ന വി ദ പീപ്പിൾ എന്ന് പറയുന്ന ശക്തിയാണ്. ആ ഒരു പ്രതീക്ഷ, ഓർമ്മകൾ അത് വീണ്ടും നമുക്ക് സമ്മാനിക്കുന്നതാണ് 2024. കാലഘട്ടം അങ്ങോട്ട് വീണ്ടും തിരിഞ്ഞിരിക്കുന്നു. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ സൂചിപ്പിക്കുന്നത്. അടിയന്തരാവസ്ഥ നിലനിൽക്കുകയാണ് 77 തെരഞ്ഞെടുപ്പ് നടന്നത്. അതെ. അങ്ങനെ തെരഞ്ഞെടുപ്പ് അവസാനഘട്ടം തെരഞ്ഞെടുപ്പും പൂർത്തിയായതിനു ശേഷമാണ് അടിയന്തരാവസ്ഥ പിൻവലിക്കുന്നത്. എല്ലാ ഘട്ടവും പൂർത്തിയായതിനു ശേഷമാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പിൻവലിക്കുന്നത്. ആ സമയത്ത് ഇന്ദിരാഗാന്ധിയുടെ പല വിശ്വസരും ചെന്ന് ചോദിച്ചത്, അല്ല ഇത് എന്തിനാണ് നമ്മൾ പിൻവലിക്കുന്നത്? അപ്പോൾ ഇന്ദിരാഗാന്ധി പറഞ്ഞത്, അല്ല ഇനിയിപ്പോൾ അടിയന്തരാവസ്ഥയുടെ ആവശ്യമില്ല, നമ്മളിതാ വൻ ഭൂരിപക്ഷത്തോടു കൂടി തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പോവുകയാണ്. അപ്പോൾ അന്നത്തെ ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും വലിയൊരു, ഇന്ദിരാഗാന്ധി ഇന്നിപ്പോൾ കെജ്രിവാളിനെ ഭയക്കുന്നത് പോലെ, ഇന്ന് നരേന്ദ്രമോദി കെജ്രിവാളിനെ എല്ലാം എങ്ങനെയാണോ ഭയക്കുന്നത് പോലെ, അതുപോലെ അന്ന് ഇന്ദിരാഗാന്ധി ഭയപ്പെട്ടിരുന്ന ഒരാളായിരുന്നു ജോർജ് ഫെർണാണ്ടസ്. അപ്പോൾ ജോർജ് ഫെർണാണ്ടസ് ഈ ജയിലിൽ കിടന്നാണ് അദ്ദേഹം ഇവിടുത്തെ ബീഹാറിലെ മുസഫർപൂരിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അപ്പോൾ ഇതും കഴിഞ്ഞു, ഫെർണാണ്ടസിനെ ജയിലിലിട്ടു. അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ എല്ലാം പൂർത്തിയായി അടിയന്തരാവസ്ഥ പിൻവലിക്കുകയും ചെയ്തു. പക്ഷേ അതിൻ്റെ അടുത്ത ദിവസം ഏതാണ്ടൊരു രാത്രിയോടുകൂടി ചിത്രം വളരെ വ്യക്തമായി. അന്ന് തന്നെ ഇന്ദിരാഗാന്ധി രാജിവെച്ചൊഴുകുകയാണ് ചെയ്തത്. ഫെർണാണ്ടസ് പിന്നെ ജയിലിൽ നിന്നും മോചിതനായി അദ്ദേഹം വലിയ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് നമുക്ക് തന്നെ അറിയാം, അദ്ദേഹം വർഗീയതയുമായി സന്ധി ചെയ്തു. ഒന്നുമല്ല, രാഷ്ട്രീയത്തിൽ കുറേ കാലത്തിന് ശേഷം ഒന്നുമല്ലാതെ പോവുകയും ചെയ്തു. പക്ഷേ ഇതൊക്കെയാണ് ചരിത്രം. ഈ ജനാധിപത്യത്തിൻ്റെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്തെല്ലാം ഈ വർഗീയതയും വംശീയതയും പ്രാദേശികവാദവും എല്ലാം ആളിക്കത്തിച്ചാലും ശരി, അതിനകത്തൊരു വലിയ തിരുത്തൽ ശക്തിയുണ്ട്. അതാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ കരുത്ത്. ഇത്ര കണ്ട് വർഗീയത പറഞ്ഞിട്ട് പോലും ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിൽ ഈ പകുതി ആൾക്കാർ പോലും വോട്ട് ചെയ്യാനെത്തുന്നില്ല. അവരെയൊന്നും ഇത് സ്വാധീനിക്കുന്നേ ഇല്ല. ആ ഒരു പശ്ചാത്തലം ഇന്ത്യക്കുണ്ട്. അത് എല്ലാ വർഗീയവാദികളും ആ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അല്ലെങ്കിൽ ജനങ്ങൾ അവരെ അത് ഒരു കാലത്ത് മനസ്സിലാക്കി. പറഞ്ഞു ഒന്ന് 1977 ആ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് ശേഷം ഇന്ദിരാഗാന്ധി ഭരണത്തിൽ നിന്ന് തൂത്തെറിയപ്പെട്ട പോലെ ഒരു ചരിത്ര സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിനേക്കാൾ ഭീകരമായ ഒരു ചരിത്ര സാഹചര്യം. ഇപ്പോൾ ഒരുപക്ഷെ എനിക്ക് ചർച്ച അവസാനിക്കുന്ന സമയത്ത് ഒരു ശുഭാപ്തി വിശ്വാസം, നേരത്തെ NBC പറഞ്ഞ പോലെ, എന്തൊക്കെ പറഞ്ഞാലും രാജേന്ദ്രൻ പറഞ്ഞ പോലെ, എന്തൊക്കെ പറഞ്ഞാലും ഒരു തിരുത്തൽ ഒരു രീതി ഇന്ത്യൻ ജനാധിപത്യത്തിനുണ്ട്. അതങ്ങനെ തന്നെ വരും എന്ന് നമുക്ക് ഒരുപക്ഷെ ചർച്ച അവസാനിക്കുന്ന തരത്തിലേക്ക് ആ ഒരു ഘട്ടത്തിൽ തീർച്ചയായിട്ടും ജനങ്ങൾ ബാലറ്റ് യൂണിറ്റുകളിൽ ഒളിച്ചു വച്ചിരിക്കുന്ന അവരുടെ ജനവിധി ഇതിനെയെല്ലാം തിരുത്തട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. പക്ഷേ അതൊരു കൂട്ടരാണെങ്കിൽ പോലും ഒരു രാജ്യത്ത് ഇങ്ങനെ നീങ്ങുകയാണെങ്കിൽ അത് വളരെ വലിയ അപകടം ഉണ്ടാക്കും. പണ്ട് ജർമ്മനിയിൽ ഉണ്ടാക്കിയ പോലെ ഹിറ്റ്ലറുടെ ആത്മകഥ മെയിൻ കാംഫ്, എൻ്റെ പോരാട്ടങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ആ പുസ്തകത്തിലെ ഓരോ വാക്കിനും 125 പേർ മരിച്ചു വീഴേണ്ടി വന്നിട്ടുണ്ട് എന്നൊരു കണക്കുണ്ട്. ഓരോ പേജിനും 47,000 പേര് മരിച്ചുവെന്നും ഓരോ അധ്യായത്തിനും 12 ലക്ഷം പേര് മരിച്ചുവെന്നും മരണസംഖ്യ വെച്ച് ഒരു കണക്കുണ്ടാക്കിയിട്ടുണ്ട്. ഈ 70 റാലികളിലും റോഡ് ഷോയിലും നരേന്ദ്രമോദി പ്രധാനമന്ത്രി ഇതുവരെ പങ്കെടുത്തു. ഇനിയും റാലികളും ഉണ്ടാകും. അവസാനം ഈ റാലികളിൽ പറഞ്ഞ ഓരോ വാക്കിലും, അവിടെ നടത്തിയ ഓരോ പ്രസംഗത്തിനും, അവരുടെ മറ്റ് നേതാക്കൾ നടത്തിയ ഓരോ പ്രസംഗത്തിനും എത്ര കലാപങ്ങളുണ്ടായി, എത്ര കൊള്ളിവയ്പ്പുകളുണ്ടായി, എത്ര ബലാത്സംഗങ്ങളുണ്ടായി, എത്ര നരഹത്യകളുണ്ടായി എന്ന് ചരിത്രത്തിന് കണക്കെടുക്കേണ്ടി വരാതിരിക്കട്ടെ എന്ന ആഗ്രഹത്തോടു കൂടിയാണ് നമ്മളെല്ലാം ഇരിക്കുന്നത്. ഇന്ത്യ അങ്ങനെയാണ് ഇരിക്കുന്നത്. ജനാധിപത്യം അതിനാണ് കാത്തു നിൽക്കുന്നത്. ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം.